സ്പോട്ട് ലൈവിന് പരിശോധിക്കുന്നത് കൊച്ചിയിലെ ലക്ഷദ്വീപ് ഗസ്റ്റ് ഹൌസിൽ തിമിംഗല ഛർദ്ദി പിടികൂടിയ ഒരു കേസാണ്. ആ കേസിൽ മുഖ്യപ്രതി പോലീസിന്റെ പിടിയിലായിരിക്കുന്നു. ലക്ഷദ്വീപ് MP അബ്ദുള്ള സയ്യിദിന്റെ ബന്ധുവായ യുവാവാണ് പിടിയിലായത്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ ലക്ഷദ്വീപ് ഗസ്റ്റ് ഹൌസിൽ 2 പേർ അറസ്റ്റിലായിരുന്നു. ഇവർ കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇസ്ഹാക്കിനെ പിടികൂടിയത്. ഇദ്ദേഹം ഇന്നലെ കൊച്ചിയിൽ നിന്നും കപ്പൽ മാർഗം ലക്ഷദ്വീപിലേക്ക് കടന്നിരുന്നു. പിന്നീട് അവിടെ വെച്ചാണ് പോലീസ് ഈ പ്രതിയെ, മുഖ്യപ്രതിയായിട്ടുള്ള ഇസ്ഹാക്കിനെ പിടികൂടിയിരിക്കുന്നത്. ഡാനി പോൾ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ഡാനി, ലക്ഷങ്ങൾ വിലമതിക്കുന്ന തിമിംഗല ഛർദ്ദിയുമായി ഇന്നലെ 2 ലക്ഷദ്വീപ് നിവാസികൾ പിടിയിലാകുമ്പോൾ അത് ഇത്രയും വലിയൊരു ഗൗരവമുള്ള കേസാണെന്ന് കരുതിയതല്ല. പക്ഷെ പോലീസിന്റെ അന്വേഷണത്തിൽ ഒരു ലക്ഷദ്വീപ് എംപിയുടെ ബന്ധുവായ യുവാവിന് ഇതില് പ്രധാന പങ്കുണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. ഈ പ്രതിയെ പിടികൂടിയിരിക്കുന്നു. കൊച്ചിയിലേക്ക് എത്തിച്ചിട്ടുണ്ടോ? ടോം, പ്രതിയെ കൊച്ചിയിലേക്ക് എത്തിക്കുന്നു എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. കടവന്ത്ര പോലീസിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇവർ വനം വകുപ്പിന് കേസ് കൈമാറുമെന്നും ആണ് ഒടുവിൽ അറിയാനായിട്ട് സാധിക്കുന്നത്. ഇന്നലെയാണ് കടവന്ത്രയ്ക്ക് സമീപമുള്ള ലക്ഷദ്വീപ് ഗസ്റ്റ് ഹൌസ്, അവിടെയാണ് ലക്ഷദ്വീപിൽ നിന്ന് വരുന്നവർ കൂടുതലായിട്ട് തന്നെ തങ്ങുന്ന ഒരു ഇടം. ഇവിടെ DCPയുടെ പ്രത്യേക സ്ക്വാഡ് ഇവിടെ പരിശോധന നടത്തുന്നു. അതായത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ തിമിംഗല ഛർദ്ദി എന്ന പേരിൽ അറിയപ്പെടുന്ന അംബർഗ്രീസ്, അത് വലിയ വില വരുന്ന ഒരു വസ്തുവാണ്. അത് പല സുഗന്ധ ലേപനത്തിന് ഉൾപ്പെടെയുള്ള വലിയ മാർക്കറ്റിൽ വലിയ വില വരുന്ന വസ്തുവാണ്. അത് നിരോധിക്കപ്പെട്ട സാധനങ്ങളുടെ ലിസ്റ്റിൽ പെടുന്നതുമാണ്. ഇതുമായിട്ട് കടന്നിട്ടുണ്ട് എന്നൊരു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് പരിശോധന നടത്തുകയും പിന്നീട് അവിടെ 2 പേരിൽ നിന്നായിട്ട് ഇത് കണ്ടെത്തുകയും ചെയ്യുന്നു. ഒരു കവറിലാക്കിയ രീതിയിലായിരുന്നത്. വലിയ പഴക്കം ഇതിനെ തോന്നിക്കുന്നില്ല എന്നാണ് ഇന്നലെ പോലീസിൽ നിന്ന് അറിയാനായിട്ട് സാധിക്കുന്നത്. അവരത് എന്താണ് ഇതെന്ന് സംബന്ധിച്ച് ചോദിച്ചപ്പോൾ അവർക്ക് ഇതിനെക്കുറിച്ച് വലിയ വ്യക്തതയില്ല. എന്താണ് ഈ കാര്യങ്ങളെന്നത് അവർക്കറിയില്ല. ഒരാൾ ഏൽപ്പിച്ചു, കൊച്ചിയിൽ വരുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇത് കൈപ്പറ്റാനായിട്ട് ഒരാൾ ഇവിടേക്ക് വരുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇത് ഏൽപ്പിച്ചയാൾ ഇന്നലെ തന്നെ തിരിച്ച് ലക്ഷദ്വീപിലേക്ക് പോവുകയും ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ ആ മൊഴി കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുകയും ഇവർ പറഞ്ഞിരുന്ന ആളാരെന്ന് സംബന്ധിച്ച് വിശദാംശങ്ങൾ തേടുകയും ചെയ്തത്. ഇതനുസരിച്ച് കൊച്ചിയിൽ നിന്ന് തിരിച്ച് പോയ ലക്ഷദ്വീപ് കപ്പലിലെ ആളെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. അത് നിലവിലെ MP അബ്ദുള്ള സയ്യിദിന്റെ അമ്മാവന്റെ മകനായ ഇസ്ഹാഖാണ് എന്നതാണ് ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. ഇയാളെ അവിടെ ചെല്ലുമ്പോൾ തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിമാനമാർഗം കൊച്ചിയിലേക്ക് എത്തിക്കുന്നു എന്നാണ് ഒടുവിൽ അറിയാനായിട്ട് സാധിക്കുന്നത്. കഴിഞ്ഞ കുറെ നാളുകളായി ലക്ഷദ്വീപ് മേഖല കേന്ദ്രീകരിച്ച്, ലക്ഷദ്വീപിന്റെ ഒരു ചുറ്റുപാടുകൾ കേന്ദ്രീകരിച്ച്, കടലും മറ്റ് ആ പരിസരങ്ങളെല്ലാം കേന്ദ്രീകരിച്ച് വൻതോതിൽ ഈ രീതിയിലുള്ള കള്ളക്കടത്ത്, പ്രത്യേകിച്ച് കടൽ വെള്ളരിയും അടക്കമുള്ള കാര്യങ്ങൾ, കടൽ വെള്ളരിയും അതോടൊപ്പം തന്നെ തിമിംഗല ഛർദ്ദി എന്ന് പറയുന്ന അംബർഗ്രീസും എല്ലാം തന്നെ കള്ളക്കടത്തായി വരുന്നു. ഇത് അന്താരാഷ്ട്ര മാർക്കറ്റിലേക്ക് കടത്തുന്നു. അതിന്റെ ഒരു ഹബ്ബായി പലപ്പോഴും ഈ ഇത്തരം ലക്ഷദ്വീപ് ഉൾപ്പെടെയുള്ള മേഖലകൾ മാറുന്നുണ്ട് എന്ന രഹസ്യ വിവരം ഇന്റലിജൻസിന് ഉണ്ട്. അപ്പോൾ അത്തരം നിരീക്ഷണങ്ങളും കാര്യങ്ങളും എല്ലാം ശക്തമാക്കുന്നതിനിടെയാണ് ഇന്നലെ തികച്ചും അവിടുന്ന് സാധാരണ യാത്രക്കാരുടെ കൈവശം ഇവിടേക്ക് പുറത്തേക്ക് എത്തുന്നത്. ആ വിവരം അറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് DCPയുടെ സ്ക്വാഡ് പരിശോധന നടത്തുകയും ഇരുവരെയും തന്നെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുള്ളത്. അവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ MPയുടെ ബന്ധുവിലേക്ക് അന്വേഷണം നേടുകയും ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുള്ളത്. ഇയാളെ കൊച്ചിയിലെത്തിക്കുന്നു. വിശദമായ ചോദ്യം ചെയ്യൽ നടക്കും. പ്രത്യേകിച്ച് ഇത് ആർക്കു വേണ്ടി, ആരാണ് ഇതെല്ലാം തന്നെ ഏൽപ്പിക്കുന്നത്, ഇതെങ്ങോട്ടാണ് കടത്തുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ, ഈ വിഷയങ്ങൾ അതാണ് പരിശോധിക്കേണ്ടത്. കാരണം ഈ തിമിംഗല ഛർദ്ദിയുടെ വിപണിയുടെ വില കോടികൾ വിലമതിക്കും. 1.5 കിലോ എന്ന് പറയുമ്പോൾ ഏകദേശം 1.5 കോടിയോളം രൂപ വിലമതിക്കുമെന്നാണ് പോലീസ് പറയുന്നത്. പക്ഷെ ഈ കേസ് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇന്നലെ പിടിയിലായവർ 2 പേരും ലക്ഷദ്വീപിലെ പോലീസുകാരാണ്. ഇന്ന് ഇതിലെ മുഖ്യപ്രതി ലക്ഷദ്വീപ് MPയുടെ ഉറ്റ ബന്ധുവാണ്. അതുകൊണ്ട് തന്നെ ഈ കേസിനൊരു ഗുരുതര സ്വഭാവമുണ്ട്, ഗൗരവ സ്വഭാവമുണ്ട്. ഈ റാക്കറ്റില് ആരൊക്കെ ഉണ്ടാകാം? ഒരിക്കലും ഈ 3 പേർ മാത്രമാകില്ല. ഇവർക്കിത് എത്തിച്ചാൽ, ഇത് വാങ്ങാൻ വന്നാൽ ഇവരിലേക്ക് പോലീസിന് ഈ അന്വേഷണം എത്താൻ സാധിക്കുമോ? ഉറപ്പായും. കാരണം ഇത് ഒരു ചെറിയ റാക്കറ്റ് അല്ല. കാരണം കഴിഞ്ഞ കുറേയധികം നാളുകളായി ഈ ഒരു ബെൽറ്റ് കേന്ദ്രീകരിച്ച് ലക്ഷദ്വീപ്, അതോടൊപ്പം തന്നെ
ആൻഡമാൻ നിക്കോബാർ ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ കേന്ദ്രീകരിച്ച് ഈ വ്യാപകമായ രീതിയിൽ അന്താരാഷ്ട്ര തലത്തിലുള്ള മാഫിയ സംഘങ്ങൾ തന്നെയാണ് കടൽ വെള്ളരിയും അതോടൊപ്പം തന്നെ ഈ തിമിംഗല ഛർദി എന്ന് പറയുന്ന അംബർഗ്രീസും എല്ലാം തന്നെ വിലക്കെടുക്കുന്നത്. അതിനുവേണ്ട പ്രത്യേക സംഘങ്ങളെ തന്നെ അവർ സജീവമാക്കുന്നു. വലിയ രീതിയിൽ തന്നെ ഇത് ഇടപാടുകൾ നടക്കുന്നു എന്ന വിവരങ്ങളെല്ലാം തന്നെ കിട്ടിയിട്ടുണ്ട്. പലപ്പോഴും ഈ സംഘങ്ങൾ പിടിയിലാകുകയും ചെയ്യുന്നുണ്ട്. പരിശോധനകൾക്കിടെ ഇവരെല്ലാം തന്നെ പിടിയിലാകുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ലക്ഷദ്വീപിലേക്ക് വരുമ്പോൾ അതിന്റെ ഒരു ചിത്രം ഒന്നുകൂടി മാറുന്നുണ്ട് എന്നതാണ്. കാരണം ഈ ഒരു കോസ്റ്റൽ ബെൽറ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തുന്ന കള്ളക്കടത്തുകളുടെ ഒരു ഒളിയിടമായി ലക്ഷദ്വീപ് മാറുന്നു എന്നത് കൂടുതൽ കരുതലോടെ കാണേണ്ട ഒരു വസ്തുത തന്നെയാണ്. അതിൽ സാധാരണ യാത്രാ കപ്പൽ വഴി ഇവിടേക്ക് എത്തിക്കുന്നു. അപ്പോൾ ഇവർക്ക് പരിശോധനകളില്ലാതെ ഇതുവഴി കൊണ്ടുവരാൻ കഴിയുമോ എന്നൊരു ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട്. അത് ഇവിടേക്ക് എത്തിച്ചു എന്ന് മാത്രമല്ല, ഇവിടെ നിന്ന് അത് പുറത്തെത്തിക്കുകയും ഇവിടെ ഗസ്റ്റ് ഹൌസിൽ വരെ അത് കൊണ്ടുവന്ന് സൂക്ഷിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് വരുമ്പോൾ യാതൊരു രീതിയിലുള്ള പരിശോധനകളുമില്ലാതെ പുറത്തെത്തിക്കാൻ കഴിയുന്നെങ്കിൽ അത്ര രീതി സ്വാധീനം ചെലുത്തുന്നുണ്ടാകാമെന്നത് തന്നെയാണ് അനുമാനിക്കുന്നത്. ആ റാക്കറ്റിന് സ്വാഭാവികമായും അതിന്റെ കരങ്ങൾക്ക് വലിയ രീതിയിൽ ബലമുള്ളത് തന്നെയായിരിക്കും. അതിൽ സംബന്ധിയായി വിശദമായ രീതിയിലുള്ള ചോദ്യം ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകും. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വസ്തുതകൾ പുറത്തു വരും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ മേഖലകൾ കേന്ദ്രീകരിച്ച് അയാൾ ഇസഹാക്ക് എന്ന് പറയുന്ന ആൾ കഴിഞ്ഞ കുറെ നാളുകളായി പ്രവർത്തിക്കുന്നുണ്ടോ എന്നതടക്കമുള്ള സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ സംബന്ധിച്ച ഇവരുടെ ഇടപാടുകാർ ആരെല്ലാമാണ്, അത്തരം കൂടുതൽ വിവരങ്ങൾ വൈകാതെ പുറത്തുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ടോം, ഡാനി, ലക്ഷദ്വീപ് പോലീസിലെ 2 ഉദ്യോഗസ്ഥരാണ് പിടിയിലായവർ. അതുകൊണ്ട് തന്നെ ലക്ഷദ്വീപ് പോലീസിനെ കൊച്ചി പോലീസ് ഈ വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ടോ? പ്രത്യേകിച്ചും ഇത്തരം നിയമവിരുദ്ധ കള്ളക്കടത്ത് ഇടപാടിലാണ് 2 പേരും പിടിയിലായിരിക്കുന്നത്. സ്വാഭാവികമായും വകുപ്പ് തല നടപടി ഉൾപ്പെടെ ഇവർക്കെതിരെ ഉണ്ടാകേണ്ടതല്ലേ? സ്വാഭാവികമായും ആ രീതിയിലുള്ള അന്വേഷണങ്ങൾ നടക്കും. പക്ഷേ ഇന്നലെ ഇവർ പറഞ്ഞ മൊഴി എന്ന് പറയുന്നത് അത് തങ്ങൾക്ക് ഇത് സംബന്ധിച്ച കാര്യങ്ങൾ അറിയില്ല, ഒരു കവർ ഏൽപ്പിച്ചു എന്നത് മാത്രമാണ് ഇവർ ആമുഖമായിട്ട് തന്നെ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇവർ കൃത്യമായ രീതിയിൽ ഇവർക്ക് നൽകിയ ആളെക്കുറിച്ച് വിവരം നൽകി എന്നത് തന്നെയാണ് പോലീസ് പറയുന്നത്. അത് മുഖവിലയ്ക്ക് എടുത്തുകൊണ്ട് തന്നെയാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയത്. ആരാണ് തങ്ങളെ ഇത് ഏൽപ്പിച്ചത് എന്നത് വളരെ കൃത്യമായിട്ട് തന്നെ അവർ പറഞ്ഞു. തങ്ങൾക്കിതിൽ പങ്കില്ല, തങ്ങളെ ഒരാൾ ഇത് ഏൽപ്പിച്ചു, ആ ആൾ ഇന്നയാളാണ് എന്നത് ഇവരോട് പറയുകയും അയാളുടെ യാത്രാ വിവരമടക്കം കൈമാറുകയും ചെയ്തു. തിരിച്ച് ഇപ്പോൾ ലക്ഷദ്വീപിലേക്ക് അദ്ദേഹം നീങ്ങിയിട്ടുണ്ട്. ഇവിടെ നിന്ന് കപ്പൽ ആ മാർഗം അതിലേക്ക് പോയിട്ടുണ്ട്, അവിടേക്ക് പോയിട്ടുണ്ട്. അയാളെ ബന്ധപ്പെടണം, ഇയാൾ തന്നെയാണ് തങ്ങൾ ഇത് ഏൽപ്പിച്ചതെന്നതടക്കമുള്ള കാര്യങ്ങൾ അവർക്കറിയാവുന്ന കാര്യങ്ങൾ കൃത്യമായി അവർ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരെ ഏത് രീതിയിലാണ് കേസിന്റെ മുന്നോട്ടുള്ള പോക്കിൽ പോലീസ് ഉൾപ്പെടുത്തുക എന്നതാണ് അറിയേണ്ടത്. ഇവരുടെ മൊഴികൾ മുഖവിലേക്ക് എടുക്കണോ? കാരണം ഇത്തരം കാര്യങ്ങളിൽ തങ്ങൾക്ക് വളരെ പരിമിതമായ അറിവ് മാത്രമേ ഉള്ളൂ എന്നതടക്കം ഇവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശരിയാണോ എന്നത് പരിശോധിക്കേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളിൽ കൂടുതൽ പരിശോധനകൾ വേണം. കാരണം ഇവരുടെ കോൾ ഡീറ്റെയിൽസും അടക്കമുള്ള കാര്യങ്ങളിൽ പരിശോധനകൾ നടത്തിയാൽ മാത്രമേ ഇത് സംബന്ധിച്ച് ഇപ്പോൾ അവർ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതാണോ അടക്കമുള്ള കാര്യങ്ങൾ എന്നത് വിലയിരുത്താൻ കഴിയും. എന്ത് വന്നാലും ഇത് സംബന്ധിച്ച് അന്വേഷണം ഉണ്ടാകും, വകുപ്പ് തല അന്വേഷണങ്ങൾ ഉണ്ടാകും. ഇത്തരം കാര്യങ്ങൾ ലക്ഷദ്വീപ് പോലീസിന് ഔദ്യോഗികമായിട്ട് തന്നെ കൊച്ചി പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഇക്കാര്യങ്ങൾ അവർക്ക് വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഒടുവിൽ അറിയാനായിട്ട് സാധിക്കുന്നത്. ടോം, കൊച്ചിയിൽ നിന്ന് ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. ലക്ഷദ്വീപ് നിവാസികളിൽ നിന്നും തിമിംഗല ഛർദി പിടികൂടിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ലക്ഷദ്വീപ് എംപിയുടെ ഉറ്റബന്ധുവായിട്ടുള്ള യുവാവാണ് കേസിലെ മുഖ്യപ്രതി എന്നാണ് പോലീസ് നൽകുന്ന വിവരങ്ങൾ.